ക്വസ്റ്റ്യൻ ഓരോന്നായി ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, when each side of a square was reduced by 2 meters, the area became 49 square meter. What was the length of a side of the original square? ഇതാണ് when each side of a square was reduced by 2 meters. ഒരു സ്ക്വയറിൻ്റെ ഓരോ സൈഡും 2 മീറ്റർ വെച്ച് കുറച്ചിട്ടുണ്ട്. The area became 49 square meter. അപ്പോൾ അതിൻ്റെ ഏരിയ 2 മീറ്റർ വെച്ച് കുറച്ചതിന് ശേഷം അതിൻ്റെ ഏരിയ കണ്ടപ്പോൾ 49 സ്ക്വയർ മീറ്റർ കിട്ടി. വാട്ട് വാസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ ഒറിജിനൽ സ്ക്വയർ? എങ്കിൽ ഒറിജിനൽ സ്ക്വയറിൻ്റെ സൈഡുകളുടെ ലെങ്ത് എത്ര? ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ is equal to x മീറ്റർ എന്ന് എടുക്കുക. സൈഡ് ഓഫ് എ സ്ക്വയർ റെഡ്യൂസ്ഡ് ബൈ 2 meter, then x minus 2 അല്ലേ, x minus 2. 2 മീറ്റർ കുറച്ചതിന് ശേഷം സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് x minus 2. The area became x minus 2 the whole square is equal to 49. ഇവിടെ വെച്ച് നമുക്ക് ഒറിജിനൽ സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. x minus 2 the whole square is equal to 49. x minus 2 is equal to square അപ്പുറത്ത് പോകുമ്പോൾ root 49. x is equal to 49ൻ്റെ റൂട്ട് 7 മൈനസ് 2 അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 2. x is equal to 9. ഇതെന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ഒറിജിനൽ സ്ക്വയർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ സ്ക്വയർ ഗ്രൗണ്ട് ഹാസ് എ 2 meter വൈഡ് പാത്ത് ആൾ അറൗണ്ട് ഇറ്റ്. അതായത് ഒരു സ്ക്വയർ ഫോമിലുള്ളൊരു ഗ്രൗണ്ട് ഉണ്ട്, അതിന് ചുറ്റും 2 മീറ്റർ വിഡ്ത്തിൽ ഒരു പാത്തുണ്ട്. ദ ടോട്ടൽ ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് ആൻഡ് ദ പാത്ത് ഈസ് 1225 സ്ക്വയർ മീറ്റേഴ്സ്. അതായത് ഗ്രൗണ്ടിൻ്റെയും പാത്തിൻ്റെയും ഏരിയ കണ്ടപ്പോൾ എത്ര കിട്ടി? 1225 സ്ക്വയർ മീറ്റർ കിട്ടി. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് അലോൺ? എങ്കിൽ ഗ്രൗണ്ടിൻ്റെ മാത്രം ഏരിയ കാണുക. 1225 എന്ന് പറയുന്നത് ഗ്രൗണ്ടിൻ്റെയും പാത്തിൻ്റെയും ഏരിയയാണ്. നോക്കൂ, ഈ പാത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 മീറ്ററാണ്. ഇതെല്ലാം 2 മീറ്റർ ആണ് ഗ്രൗണ്ട് പാത്തിൻ്റെ വിഡ്ത്ത്. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ വശങ്ങളുടെ അളവ് അറിയില്ല. അപ്പോൾ നമുക്ക് ഗ്രൗണ്ടിൻ്റെ വശത്തിൻ്റെ അളവ് x എന്നെടുക്കാം. 1 സൈഡ് ഓഫ് ദി സ്ക്വയർ ഗ്രൗണ്ട് ഈക്വൽ ടു x മീറ്റർ. ഇനി 1 സൈഡ് ഓഫ് ദി സ്ക്വയർ ഗ്രൗണ്ട് വിത്ത് പാത്ത്. നോക്കൂ, ഇത് x ആണ്, ഇതെല്ലാം x ആണ്. നോക്കൂ, പാത്ത് ഉൾപ്പെടെ ഒരു സൈഡ് നോക്കിക്കോ, ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡ് പാത്ത് ഉൾപ്പെടെ ഒരു സൈഡ് എന്ന് പറയുന്നത് 2 മീറ്റർ പ്ലസ് എക്സ് മീറ്റർ പ്ലസ് 2 മീറ്റർ, 2 മീറ്റർ പ്ലസ് എക്സ് മീറ്റർ പ്ലസ് 2 മീറ്റർ. അപ്പോൾ 2 മീറ്റർ പ്ലസ് എക്സ് മീറ്റർ പ്ലസ് 2 മീറ്റർ. അപ്പോൾ 2ഉം 2ഉം 4 മീറ്റർ പ്ലസ് എക്സ് മീറ്റർ. ദാറ്റ് മീൻസ് 4 പ്ലസ് എക്സ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഗ്രൗണ്ടും പാത്തും ഉൾപ്പെടെ ഉള്ള ആ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1225 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 4 the whole square is equal to 1225. ഇവിടെ വെച്ച് നമുക്ക് സ്ക്വയർ ഗ്രൗണ്ടിൻ്റെ 1 സൈഡ് ലെങ്ത്, അതായത് എക്സിൻ്റെ വാല്യൂ കാണാം. എക്സ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു റൂട്ട് 1220. അപ്പോൾ 1225 റൂട്ട് ഏതാണ്? 35. Okay, x plus 4 is equal to 35.
എക്സ് ഈസ് ഈക്വൽ ടു 35 മൈനസ് 4, അതായത് പ്ലസ് 4 ഇപ്പുറത്ത് വരുമ്പോൾ -4 ആണ്. ദാറ്റ് മീൻസ് 31. എങ്കിൽ നമുക്ക് ഗ്രൗണ്ടിൻ്റെ മാത്രം ഏരിയ കാണാം. ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് അലോൺ, ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് അലോൺ ഈസ് ഈക്വൽ ടു 31 ഇൻറ്റു 31 അല്ലേ. സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ സൈഡ് ഇൻറ്റു സൈഡാണ്. അറിഞ്ഞുകൂടാത്തവർക്കാണ് സ്ക്വയറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്, സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് സ്ക്വയർ ഷേപ്പിലെ ഗ്രൗണ്ടാണ്. അപ്പോൾ നമുക്ക് എന്താണ് സ്ക്വയറിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സൈഡ് ഇൻറ്റു സൈഡ് 31 ഇൻറ്റു 30 എന്ന് കിട്ടും. 61 സ്ക്വയർ മീറ്റർ. വളരെ എളുപ്പമാണ്, ചെയ്ത് നോക്കുക. ഈ പടം ഒന്നാദ്യം വരച്ചിട്ട് വേണം ചെയ്യാൻ, അപ്പോൾ അത് എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. അതായത് ഗ്രൗണ്ടിൻ്റെ സൈഡുകളെല്ലാം എക്സ്, പിന്നെ വരുന്ന ഈ ലെങ്ത്, പാത്തിൻ്റെ വിഡ്ത്ത് എല്ലാം 2 മീറ്റർ. അപ്പോൾ നമുക്ക് ഒരു വശം പെട്ടെന്ന് കണ്ടുപിടിച്ചെടുക്കാനായിട്ട് കഴിയും. എൻ്റെ മെഷർ 2 + x + 2, 2 + x + 2, അതാണ് 4 + x എന്ന് നമുക്ക് കിട്ടിയത്. 4 + x എന്ന് കിട്ടിയത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ.